ആത്മകഥാ വിവാദത്തിൽ ഇന്നലെയാണ് ഇ പി ജയരാജൻ DGPക്ക് പരാതി നൽകിയത്. ആ പരാതി ഇപ്പോൾ ക്രമസമാധാന ചുമതലയുള്ള ADGPക്ക് കൈമാറിയിരിക്കുകയാണ്. DGPയാണ് ഈ പരാതി കൈമാറിയത്. അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അനന്തൻ, സ്വാഭാവികമായും രാഷ്ട്രീയ കേരളത്തിൽ തന്നെ വലിയ വിവാദമായി ചർച്ചകളിലേക്ക് വഴിവെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഒരു ഭാഗത്ത് നടക്കുകയാണ്. അതിനെ പോലും ഇത് പ്രതികൂലമായി ബാധിക്കുമെന്ന സ്ഥിതി ഒരു ഭാഗത്തുണ്ട്. ഇതിൽ ഏതൊക്കെ തരത്തിലുള്ള അന്വേഷണം ഉണ്ടാകും? ആര്യ, ആത്മകഥാ വിവാദവുമായി ബന്ധപ്പെട്ട് ഇ പി ജയരാജൻ ഇന്നലെയാണ് DGPക്ക് പരാതി നൽകിയത്. ഈ വിവാദവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പുസ്തകത്തിൻ്റെ ഒരു ഭാഗം എന്ന പേരിൽ പുറത്തു വന്ന സംഭവം അത് വിശദമായി അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് DGPക്ക് ഇ പി ഇന്നലെ പരാതി നൽകിയത്. ഈ പരാതിയാണ് ഇപ്പോൾ DGP ക്രമസമാധാന ചുമതലയുള്ള ADGPക്ക് കൈമാറിയിരിക്കുന്നത്. ഇനി ക്രമസമാധാന ചുമതലയുള്ള ADGPയാണ് ഈ പരാതിയിൽ എന്ത് തരത്തിലുള്ള അന്വേഷണം നടത്തണം, അത് ഏത് ഉദ്യോഗസ്ഥരെ കൊണ്ട് അന്വേഷിപ്പിക്കണം എന്നുള്ള കാര്യം തീരുമാനിക്കുക. അതിനൊപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും പ്രതിസ്ഥാനത്ത് നിർത്തിയാണോ അന്വേഷണം, FIR രജിസ്റ്റർ ചെയ്തതാണോ അന്വേഷണം എന്നൊക്കെയുള്ള കാര്യം അടുത്ത മണിക്കൂറുകളിൽ തീരുമാനമാകും. പരാതി വായിക്കുകയാണെങ്കിൽ പ്രധാനമായും 3 കാര്യങ്ങളാണ് ഇ പി പറയുന്നത്. ഒന്നാമത്തെ കാര്യം, ഞാൻ എൻ്റെ ആത്മകഥ പൂർണ്ണമായും എഴുതി കഴിഞ്ഞിട്ടില്ല. രണ്ടാമത്, ഇപ്പോൾ എൻ്റെ ആത്മകഥ എന്ന് പറഞ്ഞ ഈ പുറത്തേക്ക് വന്നിരിക്കുന്ന കാര്യങ്ങൾ തീർത്തും തെറ്റാണ്, അവാസ്തവമാണെന്ന് പറയുന്നു. മൂന്നാമത്തേത്, ഞാൻ എൻ്റെ ആത്മകഥയുടെ പേരോ അതിൻ്റെ ഫ്രണ്ട് പേജോ തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ അന്വേഷണം വരണം. പക്ഷെ ആ 2 പേജുള്ള പരാതിയിൽ എവിടെയും DC ബുക്സ് എന്നുള്ളൊരു പരാമർശമില്ല. ആര്യ, ഇ പി ജയരാജൻ ഇപ്പോഴും അവകാശപ്പെടുന്നത് താൻ ആത്മകഥ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ ചില ഭാഗങ്ങൾ മാത്രമാണ് ടൈപ്പ് ചെയ്യുന്നത്, അത് ഏതെങ്കിലും പ്രസാധകരെ ഔദ്യോഗികമായി അതിൻ്റെ പബ്ലിഷ് ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടില്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണ് തൻ്റെ ആത്മകഥ എന്ന പേരിൽ ഒരു PDF കോപ്പി പുറത്തു വരികയും അത് മാധ്യമങ്ങളിലൂടെ പബ്ലിഷ് ആവുകയും ചെയ്തത് എന്നുള്ളതാണ് ഇ പിയുടെ ചോദ്യം. ആ രീതിയിൽ പുറത്തു വന്ന സംഭവം എങ്ങനെയാണ് ആ PDF കോപ്പി പുറത്തു വന്നത്, അത് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് DGPക്ക് പരാതി നൽകിയിരിക്കുന്നത്. ആ പരാതിയിൽ പോലീസിൻ്റെ അന്വേഷണം ഏത് രീതിയിലാകും, അതിൽ കേസെടുത്ത് അന്വേഷണം ഉണ്ടാകുമോ, അതല്ല അത് ഏത് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരെയാണ് അതിൻ്റെ അന്വേഷണത്തിനായിട്ട് ചുമതലപ്പെടുത്തുക എന്നതൊക്കെയുള്ള കാര്യം ഇനിയുള്ള സമയങ്ങളിൽ തീരുമാനമാകേണ്ടതാണ്. നിലവിൽ DGP അടക്കമുള്ള ഉദ്യോഗസ്ഥർ ശബരിമല സന്നിധാനത്തെ ക്രമസമാധാന കാര്യങ്ങളുമൊക്കെ ആയിട്ട് പമ്പയിലും മറ്റുമാണ്. അപ്പോൾ ആ തിരക്കിലാണ്, മണ്ഡലകാലത്തിൻ്റെ മുന്നൊരുക്കങ്ങൾ നടത്തുന്ന തിരക്കിലാണ് ഉദ്യോഗസ്ഥർ. ഒരുപക്ഷെ ഇന്ന് വൈകുന്നേരത്തിനകം ഈ ഇ പിയുടെ പരാതിയുമായി ബന്ധപ്പെട്ട അന്വേഷണം സംബന്ധിച്ചുള്ള തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്നലെയാണ് ഇ പി DGPക്ക് പരാതി നൽകിയിരുന്നത്. ഇന്നലെ പക്ഷേ DGP പരാതി കണ്ടിരുന്നില്ല. അദ്ദേഹം പമ്പയിലായിരുന്നു, ഇന്നും പമ്പയിലാണ്. അവിടെ ഇരുന്നുകൊണ്ടാണ് ഈ ലോ ആൻഡ് ഓർഡർ ADGPക്ക് ഈ പരാതിയുടെ പകർപ്പ് അദ്ദേഹം അല്ലെങ്കിൽ ഈ പരാതി ഫോർവേഡ് ചെയ്തിരിക്കുന്നത് തുടർ നടപടികൾക്കായി. അപ്പോൾ ADGP ക്രമസമാധാന ചുമതലയുള്ള ADGPയാണ് ഇനി ഈ പരാതിയിൽ എന്ത് നടപടി എടുക്കണം എന്നുള്ള കാര്യത്തിൽ തീരുമാനം എടുക്കുക. ഇതിൽ 2 പാർട്ടികളുണ്ട്. ഒന്ന് ഇ പി ജയരാജനും മറുഭാഗത്ത് നിൽക്കുന്നത് DC ബുക്സുമാണ്. ഇപ്പോൾ ഇ പി ജയരാജൻ ആവർത്തിച്ച് പറയുന്നുണ്ട്, ഞാൻ എഴുതിയ ആത്മകഥയല്ല ഇത്, ഞാൻ ഇങ്ങനെ ഒരു പേരിട്ടിട്ടില്ല, ഞാൻ ആരുമായി കരാറിൽ ഏർപ്പെട്ടില്ല. അതായത് ഇ പിയുടെ വേർഷൻ നമ്മൾ മുഴുവൻ കേട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി മറുഭാഗത്തുള്ളത് DC ബുക്സ് ആണ്. ഇതുമായി ബന്ധപ്പെട്ട് ഈ പുസ്തക പ്രകാശനം മാറ്റിവെക്കുന്നു എന്നതിനപ്പുറം ഒരു തരത്തിലുള്ള വിശദീകരണവും DC ബുക്സിന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല. ഇത്രയധികം വിവാദങ്ങൾ ഉണ്ടായ സമയത്ത് അല്ലെങ്കിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുന്ന ഒരു പശ്ചാത്തലത്തിൽ വേണമെങ്കിൽ അങ്ങനെ ഒരു കരാറുണ്ടെങ്കിൽ അവർക്ക് അത് പുറത്തേക്ക് വിടാവുന്നതേ ഉള്ളൂ. അതല്ലെങ്കിൽ ഒരു നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമ്പോൾ ആ ഘട്ടത്തിൽ മാത്രം അത് കാണിച്ചാൽ മതി എന്നുള്ളതായിരിക്കുമോ DC ബുക്സിന്റെ നിലപാട്? ആര്യ, ഈ വിവാദത്തിൽ ഒരുപാട് ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടത് DC ബുക്സ് ആണ്. കാരണം ഇ പി ഇപ്പോഴും പറയുന്നത് താൻ ആത്മകഥ എഴുതുന്നുണ്ട്, അത് ഒരു മാനുസ്ക്രിപ്റ്റ് രൂപത്തിൽ തന്നെ ഇരിക്കുകയാണ്, അതിൻ്റെ ചില ഭാഗങ്ങൾ മാത്രമാണ് അതൊരു ടൈപ്പിംഗ് രൂപത്തിലേക്ക് പോയിട്ടുള്ളത്. അതല്ലാതെ ആ പുസ്തകത്തിൻ്റെ പബ്ലിഷിങ്ങിന് വേണ്ടി ഏതെങ്കിലും പ്രസാധക കമ്പനിയെ ഏൽപ്പിച്ചിട്ടില്ല എന്നുള്ള കാര്യം ഇ പി തറപ്പിച്ച് പറയുന്നുണ്ട്. പക്ഷേ DCയുടെ നിലപാട് മറ്റൊന്നാണ്. കാരണം ഇന്നലെ ഫേസ്ബുക്കിലൂടെ, സമൂഹ മാധ്യമങ്ങളിലൂടെ അല്ലെങ്കിൽ DCയുടെ വിശദീകരണം എന്ന നിലയ്ക്ക് പുറത്തു വന്ന കാര്യം ഇ പി ജയരാജൻ്റെ പേരിലുള്ള ആത്മകഥ, ഇ പി ജയരാജൻ്റെ ആത്മകഥ, അതിൻ്റെ പുസ്തകത്തിൻ്റെ പ്രകാശന ചടങ്ങ് മാറ്റിവെച്ചിരിക്കുന്നു സാങ്കേതികമായ ചില കാരണങ്ങളാൽ എന്നുള്ള വിശദീകരണമാണ് DCയുടെ ഭാഗത്തുനിന്ന് വന്നത്. അപ്പോൾ ഇ പി എടുത്തിരിക്കുന്ന നിലപാടിന് നേരെ കടകവിരുദ്ധമാണ് DCയുടെ നിലപാട്. ഇ പി പറയുന്നു ആർക്കും ഈ പുസ്തകത്തിന്റെ പ്രസാധന ചുമതല നൽകിയിട്ടില്ല എന്ന്. അങ്ങനെയാണെങ്കിലും ഒരു ഭാഗം കൂടി നമ്മൾ നോക്കേണ്ടതല്ല. ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഒരു PDF അത് DC ബുക്സ് പുറത്തുവിട്ടതാണോ എന്ന് നമുക്കറിയില്ല. കാരണം DC ബുക്സ് അങ്ങനെ ചെയ്യുമോ എന്നൊരു ചോദ്യം കൂടിയുണ്ട്. കാരണം അവരെ സംബന്ധിച്ച് ഇത്രയും അധികം മൈലേജ് കിട്ടാൻ സാധ്യതയുള്ള ഒരു പ്രൊഫൈൽ, ഒരു പൊളിറ്റിക്കൽ പ്രൊഫൈൽ, അത് അവരിങ്ങനെ
പുറത്തേക്ക് അതിന് ഫുൾ പേജസ് പുറത്തേക്ക് PDF ആയി പുറത്തേക്ക് വിടുമോ? അതിൽ അവർക്ക് എന്ത് ലാഭം? തീർച്ചയായിട്ടും 177 പേജോളമുള്ള ഒരു അപൂർണമായ PDF കോപ്പിയാണ് പുറത്തു വന്നിരിക്കുന്നത്. അത് DC ബുക്സ് ആണോ പുറത്തുവിട്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. അത് ഇന്നലെ വിവാദം തുടങ്ങുമ്പോൾ വാർത്തകൾ വരുന്ന സമയത്ത് അതിൻ്റെ ചില പ്രസക്ത ഭാഗങ്ങൾ മാത്രമേ പുറത്തു വന്നിരുന്നുള്ളൂ. പിന്നീടുള്ള മണിക്കൂറുകളിലാണ് ഈ PDF കോപ്പി, ഏതാണ്ട് 177 പേജുള്ള PDF കോപ്പി പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ ആ കോപ്പിയിൽ പറയുന്ന കാര്യങ്ങൾ ആണോ അത് EP എഴുതിയതാണോ? അതിൽ ക്ലാരിഫിക്കേഷൻ വരുത്തേണ്ടത് EP ആണ്. ഇന്നലെ EP യോട് ചോദിച്ചപ്പോൾ അത് കണ്ടിട്ടില്ല എന്നുള്ള മറുപടിയാണ് നൽകിയത്. അങ്ങനെയാണെങ്കിൽ ഇതിൽ DC കൂടി ഒരു ക്ലാരിഫിക്കേഷൻ വരുത്തേണ്ടതുണ്ട്. EP ജയരാജനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ EP ജയരാജൻ എഴുതിയ ആത്മകഥയുടെ തനിപ്പകർപ്പാണോ ഈ PDF കോപ്പിയിലുള്ളത്? ഇതാണോ DC പബ്ലിഷ് ചെയ്യാനിരുന്നത്? ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ എവിടെ? അതല്ല EP യുമായി ഒരു ആത്മകഥ പ്രകാശനത്തിന് കരാർ ഒപ്പിട്ടിട്ടുണ്ടോ? അങ്ങനെയുണ്ടെങ്കിൽ ആ കരാറിൻ്റെ വിശദാംശങ്ങൾ എന്താണ്? ഇതൊക്കെ DC ബുക്സ് ആണ് അതിനൊക്കെയുള്ള മറുപടി നൽകേണ്ടത്. പക്ഷേ DC ബുക്സ് ഇതുവരെയും അത്തരത്തിൽ ഈ കരാറിനെ സംബന്ധിച്ചോ EP യുമായിട്ടുള്ള ഏതെങ്കിലും കരാറിനെ സംബന്ധിച്ച് ഒരു വിവരങ്ങൾ പുറത്തു വിടുന്നില്ല എന്ന് പറയുമ്പോഴും ഈ DC ബുക്സിന്റെ സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ ഇപ്പോഴും സജീവമാണ്. ഇന്നിതാ ശിശുദിന ആശംസകൾ രാവിലെ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും കഴിഞ്ഞ ദിവസം രാത്രി ഇട്ട ഉടൻ വരുന്നു പല അപ്രിയ സത്യങ്ങളും തുറന്നു പറയുന്നു എന്ന് പറഞ്ഞ ആ കവർ പേജുള്ള പോസ്റ്റ് ഇതുവരെ DC ബുക്സ് പിൻവലിച്ചിട്ടില്ല. തീർച്ചയായിട്ടും അത് തന്നെയാണ് ഇപ്പോഴും ഇതിനൊരു അവ്യക്തതയും ഒരു ദുരൂഹതയും നിലനിൽക്കാനുള്ള കാരണം. DC ബുക്സ് അവരുടെ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുന്നു. EP ജയരാജൻ അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡിലും ഉറച്ചു നിൽക്കുന്നു. EP നൽകിയ പരാതിയിൽ പറയുന്നത് തൻ്റെ പേരിൽ ഒരു ആത്മകഥ പുസ്തകം ഇറങ്ങുന്നു എന്നുമായി ബന്ധപ്പെട്ടൊരു വിവാദം ഉരുത്തിരിഞ്ഞിട്ടുണ്ട്. തന്നെ മനഃപൂർവ്വം കരിവാരിത്തേക്കാൻ അല്ലെങ്കിൽ അപകീർത്തിപ്പെടുത്താനുള്ള ഒരു നീക്കത്തിൻ്റെ ഭാഗമാണിതെന്ന് സംശയിക്കുന്നുണ്ട്. അതിൽ അന്വേഷണം വേണമെന്നുള്ളതാണ്. EP DC ബുക്സിന് കരാർ കൊടുത്തിട്ടില്ല എന്നുള്ള സ്റ്റാൻഡ് എടുത്തതുകൊണ്ടാണ് ആ രീതിയിൽ ഒരു പരാതി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിലവിൽ DC ബുക്സ് ഇങ്ങനൊരു പ്രസാധനം തീരുമാനിച്ചിരുന്നു, പുസ്തകത്തിൻ്റെ പ്രകാശനം തീരുമാനിച്ചിരുന്നു എന്നുള്ള കാര്യം ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ പോലീസ് അന്വേഷിക്കുമ്പോൾ ആ ഭാഗം കൂടി അന്വേഷിക്കേണ്ടി വരും. DC ബുക്സ് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും പോലീസിന്റെ ഭാഗത്തു നിന്ന് നടന്നേ